ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നേ നമുക്ക് ജാക്ക് ഫ്രൂട്ട് ഉണ്ടല്ലോ, അതിൻ്റെ സീഡ് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഉപ്പേരി വറുത്ത് ചിപ്സായിട്ട് എടുക്കാം. എല്ലാത്തിനും നല്ല ഉത്തമമാണ്. ശരീരം ചെസ്സിനൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടെങ്കിൽ അത് മാറും. എല്ലാ അസുഖത്തിനും ഇത് നല്ലതാണ്. അപ്പം നമുക്കിതൊന്ന് ചിപ്സാക്കി എടുക്കാം കേട്ടോ. ഞാനിവിടെ അരിഞ്ഞ് വെച്ചിരിക്കുവാണ്, കുറച്ചുണ്ട്. അരിഞ്ഞ് വെച്ചാൽ ഈ തൊലിയൊന്നും കളയരുത് കേട്ടോ. ഈ ചുമന്ന തൊലി ഉണ്ടല്ലോ, അത് കളയാൻ പാടില്ല കേട്ടോ. അത് വേണം നമുക്ക്. അതാണ് ശരീരത്തിന് ഗുണം ചെയ്യുന്ന ഒരു സാധനം. കാലുവേദന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറി. ചക്കക്കുരു, ഇതിൻ്റെ മലയാളത്തിൽ ചക്കക്കുരു എന്നാണ് പറയുന്നത്. ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡാണിത്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ചിപ്സ് പോലെ എടുക്കാം കേട്ടോ. ഇത് ഉപ്പ് മുളക് എല്ലാം പുരട്ടി വെച്ചിരിക്കുവാണ്. നമുക്ക് കറിവേപ്പില എല്ലാം കൂടി വറുത്ത് എടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ കത്തിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് എടുത്തേക്കണം കേട്ടോ. ഇപ്പം സാൻഡ്വിച്ച് എന്ന് പറഞ്ഞ ഓയിൽ, അത് കുറച്ച് ലൂസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ അതാണ് എടുത്തേക്കണം. വെളിച്ചെണ്ണയിലും വറുക്കാം. ഒന്ന് ചട്ടി ചൂടായിക്കോട്ടെ. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഈ ജാക്ക് ഫ്രൂട്ടിൻ്റെ പഴമൊക്കെ എന്താ ഔഷധ ഗുണമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ആരും ചക്കക്കുരു ഉണ്ടെങ്കിൽ കളയല്ലേ. എങ്ങനെയൊക്കെ ചെയ്ത് എടുക്കുക. ചക്കക്കുരു വേണമെങ്കിൽ പുഴുങ്ങി എടുത്ത് വയ്ക്കാം. നമുക്ക് പുഴുങ്ങി ഉണക്കി എടുത്ത് വയ്ക്കാം. എത്ര കാലം വരെ ഈ സാധനം ഉണങ്ങിയാൽ ഇരുന്നോളും. ഒരു കേടും വരില്ല. നമ്മൾ ഉണക്കി എടുക്കണം. നല്ല ഇതായിട്ട് വറുത്തെടുക്കുക. നമുക്ക് കണ്ട ചെറിയ കഷ്ണങ്ങളാക്കണം കേട്ടോ. ഇതിപ്പോൾ ചെറിയ കുരുവാണ്, അത് ചെറിയ പീസും ആക്കിയിട്ടുണ്ട്. നീളം ഇല്ലാത്തൊരു ചക്കക്കുരുവാണ് സീഡ്. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കിത് ഇട്ട് കൊടുക്കാം കുറച്ച്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും ഷെയറും ഒക്കെ കൊടുക്കണം. അപ്പോൾ ഈ കുരു ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ. നമുക്ക് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് കോരി എടുക്കാം കേട്ടോ. എല്ലാവരും ചക്കക്കുരു കളയാണ്ട് സൂക്ഷിച്ചെടുക്കുക. ചക്കയുള്ള സ്ഥലങ്ങളിലെല്ലാം കുരു എല്ലാം കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ച് വയ്ക്കുക. നല്ല ആരോഗ്യമുള്ളൊരു ബലവത്തായ ഒരു സാധനമാണ് ചക്കക്കുരു. ചക്കയുടെ പഴം ഇതൊക്കെ കളയാതെ സൂക്ഷിച്ചാൽ പായസം ഉണ്ടാക്കാം. ചക്കയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാതെ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു തരുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ.
കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഇത് ഇപ്പം അരിയാൻ പ്രയാസമുണ്ട്. ചെറുതാക്കി അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്ത് പിള്ളേർക്കൊക്കെ വറുത്തൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ പിള്ളേർ അവിടെ നിന്ന് കഴിച്ചോളും. നല്ലൊരു ഗുണമുള്ള സാധനമാണ്. പിള്ളേർക്കും നല്ലതാണ്, വലിയവർക്കും നല്ലതാണ്. എല്ലാവരും ഇത് കളയാണ്ട് സൂക്ഷിച്ചെടുക്കുക കേട്ടോ. മുരിഞ്ഞോട്ട് കേട്ടോ. ഇതിലേക്ക് കോരി കൊടുക്കാം കേട്ടോ. കുറച്ച് കുരുവുള്ളൂ. അത് ഞാൻ വറുത്തെടുത്ത കളയാതെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് കറി വെച്ച് എൻ്റെ ബാക്കിയുള്ളത് കറി വെച്ച് ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചായക്കൊക്കെ കുറയ്ക്കാൻ നല്ല സാധനമല്ലേ ഇത്. നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില നമുക്ക് ലാസ്റ്റ് കോരിയെടുക്കാം, വറുത്ത് കോരിയെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. മൊരിഞ്ഞോട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി വെയിറ്റ് ചെയ്യാം. നമുക്ക് നോക്കാം മൂത്തോന്ന്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. പക്ഷേ ഇതൊന്ന് അരിഞ്ഞെടുക്കാനുള്ള താമസം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റിയുമാണിത് വറുത്ത് കോരി എടുത്താൽ. കുറച്ചും കൂടി ആവാനുണ്ട്. വെയിറ്റ് ചെയ്യാം. ഏതാണ്ട് ഇപ്പം ആയിട്ടുണ്ടാവും. നമുക്ക് ഈ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ. ഇത് കോരാറായിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം കേട്ടോ. മൂത്തിട്ടുണ്ട്. അരിഞ്ഞതൊക്കെ കാണിക്കാനായിട്ട് ഒത്തിരി സമയം പിടിക്കും, സമയം പോകും. അതുകൊണ്ട് അരിഞ്ഞത് കാണിച്ചില്ല. ഒരു ചക്കക്കുരു എടുത്തിട്ട് 4 മുറിച്ചാൽ മതി ചെറുതായിട്ട്. വലിയ ചക്കക്കുരു ആണെങ്കിൽ ഒരു 5-6 കഷ്ണം നീളത്തിൽ അരിയണം കേട്ടോ. നമുക്ക് ഈ ചട്ടി ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. സ്റ്റവ് ഓഫ് ആക്കുവാണേ. ചട്ടി ഒന്ന് മാറ്റി വെച്ചോട്ടെ. നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി തൂവി കൊടുക്കാം കേട്ടോ. ശകലം മതി.
എന്നിങ്ങനെ കാണിക്കാം. കുടഞ്ഞെടുക്കാം. അപ്പം എല്ലായിടത്തും ആകും കേട്ടോ. അപ്പം എല്ലാവരും കണ്ടല്ലോ ചക്കക്കുരു ചിപ്സ്. ജാക്ക് പോട്ട് സീഡ്, അതായത് മലയാളത്തിൽ ചക്കക്കുരു ചിപ്സ് എന്ന് പറയാം. കണ്ടല്ലോ നമ്മുടെ ചക്കക്കുരുവിൻ്റെ ചിപ്സ് കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വരേക്കും ബൈ.